ഇസ്രയേലിൽ നമുക്കറിയാം യോം കിപ്പൂർ എന്ന് പറയുന്ന ജൂതന്മാരുടെ അവരുടെ ഒരു വലിയ ആഘോഷം ഈ ഇക്കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതിന് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ യോം കിപ്പൂർ നടക്കുന്ന സമയത്ത് 4 റോക്കറ്റുകൾ ഹമാസ് ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചു എന്നും അത് IDF ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുമുള്ള വാർത്ത ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ കൊടുക്കുമ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഞങ്ങളെന്ന് തെളിയിക്കുവാൻ വേണ്ടി മറ്റു രാജ്യങ്ങളുടെ പോലും പരമാധികാരം ലംഘിച്ചുകൊണ്ട് ഖത്തറിനെ ആക്രമിക്കുന്നു, ലെബനാനിൽ ആക്രമിക്കുന്നു, സിറിയയിൽ ആക്രമിക്കുന്നു, ഗാസയിൽ പിന്നെ പറയേണ്ടതില്ല. ആക്രമങ്ങൾ ഹമാസ് നേതാവ് പറഞ്ഞതുപോലെ കിൽ ടു കിൽ, കൊന്ന് മതിയാവാതെ ഇങ്ങനെ 100,000 അടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഈ 2 വർഷം ഈ 2 ദിവസം കഴിയുമ്പോൾ ഹമാസിനെതിരെ യുദ്ധം ചെയ്തിട്ടും അവർക്ക് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ഇപ്പോഴും പായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇസ്രയേലിനെ റോക്കറ്റ് അയച്ച് ആക്രമിക്കുവാനുള്ള ശേഷി ഹമാസിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് എത്ര കൃത്യമാണ് എന്നുള്ളതാണ്. ഇസ്രയേലിന് 10 വർഷം യുദ്ധം ചെയ്തു കഴിഞ്ഞാലും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് എന്ത് സംഭവിച്ചു എന്ന് മാക്രോൺ ചോദിക്കുന്നുണ്ട്. ഹമാസ് തുടക്കത്തിൽ ഏത് ശക്തിയിലുണ്ടോ അതുപോലെ തന്നെ ഹമാസ് നിലനിൽക്കുന്നു. കുറച്ച് ഹമാസിൻ്റെ നേതാക്കളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊന്നുകളഞ്ഞു എന്നല്ലാതെ ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം കൂടി ഇസ്രയേലിലേക്ക് ഹമാസ് റോക്കറ്റുകൾ അയച്ചു എന്നുള്ളത്.